അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാർ ആത്തന്നല്ലേ? സാർ ഒരു ചോദ്യം. അതായത് നായയെ വളർത്തുന്ന വീടുകൾ ഉണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ നായ നമ്മളെ കടിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് ഉസ്താദെ? അതായത് നമുക്ക് അങ്ങനെ നായ നമ്മളെ കടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ചികിത്സയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണമല്ലോ. ഇപ്പോൾ നായയെ വളർത്തുന്ന അവരാണ്. അപ്പം എങ്ങനെയായാലും അവരല്ലേ അതിൻ്റെ ഉത്തരവാദി ആകുക. അപ്പം അതിനെക്കുറിച്ച് ഉലമാക്കൾ എന്തെങ്കിലും കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉസ്താദെ? വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നായ കടിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉത്തരവാദിയാകുക? നായയെ വളർത്തുന്ന വീട്ടുകാരനാണോ, അതല്ല കയറി വന്ന ആൾ തന്നെ അതിന് ഉത്തരവാദിയാകുമോ? നായ എന്നാക്കണ്ട, വീടുകളിൽ വളർത്തുന്ന വേറെയും മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആക്രമിക്കുക ഒക്കെ ചെയ്താലൊക്കെ ഈ വിഷയത്തിൽ ഉലമാഇന്റെ ചർച്ച നടന്നിട്ടുണ്ട്. ഇവിടെ ഒറ്റടിക്ക് ഇത് ആ വീട്ടുകാരനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനായിട്ടും ആ വീട്ടുകാരെ അങ്ങനെ പഴിചാരാൻ പറ്റൂല. നേരെ മറിച്ച് ആ വ്യക്തിയെ അങ്ങോട്ട് എന്തിനു പോയി, എങ്ങനെ പോയി, അതുപോലെ തന്നെ നായ വളർത്തുന്ന ആളുകൾ അവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നുള്ളതൊക്കെ ഫുഖഹ പറയുന്നത്. ഏതായാലും ഈ ചർച്ച ഒരുപാട് പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. മഹാനായ ഖത്തീബ് ഷർബീനി റഹിമഹുല്ലാ അവിടുത്തെ മോനിമുത്താജിലൊക്കെ ഇത് വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. മോനിമുത്താജിൻ്റെ 5-ാം വോളിയം ഇതിൻ്റെ കിതാബ് സിയാൽ നോക്കിയാൽ ഇതിൻ്റെ 542-ാമത്തെ പേജിലായിട്ട് കണ്ടോ, വലോ കാന ബിദാരിഹി കൽബുൻ അക്കൂർ. ഒരാളുടെ വീട്ടിൽ കടിക്കുന്ന നായുണ്ട്. അതാണ് കടിക്കണ നായ, വെറും നായയല്ല, കൽബുൻ അക്കൂർ, കടിക്കണ നായുണ്ട്. ഔ ദാബത്തുൻ ജമൂഹുൻ, അല്ലെങ്കിൽ മോട്ട് കാട്ടുന്ന വേറെ ഏതെങ്കിലും മൃഗങ്ങൾ, അക്രമ സ്വഭാവമുള്ള മൃഗങ്ങൾ എന്നർത്ഥം. എന്താവട്ടെ, വദഖലഹ ശഖ്സുൻ ബിഇദ്നിഹി, ആ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നത് ആ വീട്ടുകാരൻ്റെ സമ്മതപ്രകാരം തന്നെയാണ്. സമ്മതം ഉണ്ട് അങ്ങോട്ട് കയറി വരാൻ, അങ്ങനെ സമ്മതത്തോടു കൂടെയാണ് പോകുന്നത്. പക്ഷേ വലം യുഅലിംഹു ബിൽ ഹാലി, ആ നായയുടെ സ്വഭാവത്തെ പറ്റിയിട്ടോ അല്ലെ ആ മൃഗത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ടോ ഒന്നും ആ വീട്ടുകാരൻ ഈ കയറി വരുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്തില്ല. നായ ഉണ്ടോ എന്ന് പറഞ്ഞുമില്ല, അല്ലെങ്കിൽ നായ ഉണ്ട് പക്ഷേ ആ നായ കടിക്കണതാണ്, അല്ലെങ്കിൽ നായ സൂക്ഷിക്കണം, ആ മൃഗത്തെ സൂക്ഷിക്കണം എന്നുള്ള അവസ്ഥകളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സമ്മതം കൊടുത്തു, കയറി വരാൻ വേണ്ടി പറഞ്ഞു, ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫഅല്ലഹുൽ കൽബു ഔ റമഹതുഹു ദാബത്തു, ആ നായ ആ വ്യക്തി കയറി വരുന്ന വ്യക്തിയെ കടിച്ചു, അല്ലെങ്കിൽ ആ മൃഗം ഈ പറയുന്ന കയറി വരുന്ന വ്യക്തിയെ ആക്രമിക്കുകയൊക്കെ ചെയ്താൽ ലമിന, ആ വീട്ടുകാരൻ ഉത്തരവാദിയാകും. കാരണം ആ ഒരു അക്രമ സ്വഭാവമുള്ളൊരു മൃഗമോ അല്ലെങ്കിൽ അവിടെ കടിക്കുന്ന നായ ഉണ്ടോ എന്നുള്ള വിവരം, ആ ഒരു സന്ദേശം എന്തായില്ല, ഈ കയറി വരുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്തില്ല. അല്ലെങ്കിൽ അതുമായി ബന്ധിച്ചുകൊണ്ടൊരു ബോർഡ് ഒക്കെ സ്ഥാപിക്കും. ചിലപ്പം ഈ പറയുന്ന എൻ്റെ ഗേറ്റുമലൊക്കെ കടിക്കുന്ന നായുണ്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നായുണ്ട് സൂക്ഷിക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു എഴുത്തൊക്കെ ഉണ്ടാകും. ബോർഡുമലൊക്കെ ഈ പറയുന്ന എൻ്റെ ഗേറ്റുമലൊക്കെ കാണും. അത് നല്ലതാ. അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് എന്താകാൻ പറ്റും, നായുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുമ്പം അപ്പോൾ വരുന്നവരും അതിനനുസരിച്ചുകൊണ്ട് കരുതി നോക്കി അങ്ങനെയൊക്കെ വരുള്ളൂ. അതൊന്നും വെറുതെ എഴുതിയൊക്കെയല്ല. അപ്പം ഇതൊന്നും ഇല്ല, അങ്ങനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ നായുള്ള പറഞ്ഞിട്ടുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയും എൻ്റെ മെസ്സേജ് പാസ് ചെയ്തില്ല. അങ്ങനെയൊക്കെയാണ്. സമ്മതം കൊടുത്തു, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ വീട്ടുകാരൻ ഉത്തരവാദിയാകേണ്ടി വരും. എന്നാൽ വഇൻകാന ദാഖിലു, പ്രവേശിക്കുന്ന ആള് ബസീറൻ, കണ്ണുകൊണ്ട് കാണുന്ന ആളാണ്, അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ്. ഔ ദഖലഹ ബില ഇദ്നിൻ, അല്ലെങ്കിൽ സമ്മതല്ലാതെ കയറിയത്, ആ വീട്ടുകാരുടെ സമ്മതമൊന്നുമില്ല അവർക്ക് കയറാൻ. അപ്പം മോഷ്ടിക്കാൻ വേണ്ടി കയറിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിന് അങ്ങനെ കയറിയതൊക്കെ സമ്മതമല്ലാതെ കയറിയാലും, അതുപോലെ തന്നെ ഔ അലമഹു ബിൽ ഹാലി, ഇനി എങ്ങനെ ആയാലും ആ വീട്ടുകാരൻ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, നായയുണ്ട് സൂക്ഷിക്കണം, അല്ല നായ കടിക്കും, അല്ല ഇന്ന മൃഗമുണ്ട് സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ആ വീട്ടുകാരൻ കൊടുത്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ട് വരുന്ന ആൾക്ക്. അങ്ങനെയുള്ളൊരു ഘട്ടം വരികയാണ് എന്നുണ്ടെങ്കിൽ ഫലാ ലമാന, ആ വീട്ടുകാരൻ ഉത്തരവാദിയാകൂല.
കാരണം അയാൾ ഉത്തരവാദി ആകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഇല്ലത്ത് പറഞ്ഞാൽ എന്താ, അവിടെ റീസൺ പറഞ്ഞ് അന്നഹുൽ മുതസബ്ബിബു ഫീ ഹലാക്കി നഫ്സിഹി, ഇയാളുടെ കയറി വരുന്ന ആളുടെ ശരീരത്തിൻ്റെ ഈ പറയുന്ന ഹാനികരം വരുത്തൽ, അപകടം വിളിച്ചു വരുത്തൽ, അത് അയാൾ തന്നെയാണ് അതിന് ഉത്തരവാദി. കാരണം എന്താണ്, ഇവിടെ നായുണ്ട് എന്നറിയാതെ കടിക്കുന്ന നായാണെന്നറിയാം, അതൊക്കെ അറിഞ്ഞിട്ടല്ലേ അയാൾ കയറി വരുന്നത്. അല്ലെങ്കിൽ സമ്മതം കൊടുത്തിട്ടില്ല, ഒരു സമ്മതം പോലും കൊടുത്തിട്ടില്ല, അങ്ങോട്ട് കയറി വന്നിക്കുകയാണ്. അല്ലെങ്കിൽ സമ്മതം കൊടുത്തു മാത്രമല്ല അറിയിപ്പും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ കയറി വരുന്നയാൾക്ക് എന്തായി കൂടെ സൂക്ഷിച്ചൂടെ? അപ്പം അയാളെ സൂക്ഷിച്ചു വന്നാൽ പോരെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആയതുകൊണ്ട് തന്നെ ഒറ്റടിക്ക് ഇത് ഈ വീട്ടുകാർ ഉത്തരവാദി അല്ലെങ്കിൽ ഉത്തരവാദിയാകൂല, അങ്ങനെയല്ല. എന്തിന് കയറി വന്നു, എങ്ങനെ വന്നു, ഈ വീട്ടുകാരുടെ അവസ്ഥ, അതിൽ നിലപാട് എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ മതവിധികൾ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഅ്തദിൽ വ്യക്തമായിട്ട് പറഞ്ഞതൊക്കെ. തഫയിലും ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ റംലി ഇമാം നിഹായിൽ പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ ഇവിടെ മുമയ്യിസ് ആകാത്തൊരു കുട്ടി എന്ന് പറഞ്ഞാൽ വകതിരിവ് എത്താത്തൊരു കുട്ടിയാകുമ്പം ആ കുട്ടിയുടെ വിഷയത്തിൽ കുറച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ പറയുന്നത് കാണുമ്പോൾ എന്താകും, മൊത്തത്തിൽ എല്ലാവർക്കും ഇതുപോലെയാണെന്ന് തോന്നിപ്പോകും. എന്നാൽ കുട്ടികളെ ഇതിലൊന്ന് മാറ്റി നിർത്തേണ്ടി വരും. കാരണം അവർക്ക് ഇതിനെപ്പറ്റി ആ ഒരു പ്രശ്നം തന്നെയാണല്ലോ. കാരണം അറിയിപ്പ് കിട്ടിയാലില്ലെങ്കിലും അതൊരു ചെറിയൊരു അപകടം അവിടെ മണക്കുന്നുണ്ട് എന്ന് തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാനിമം ഷെർവാനി റളിയല്ലാഹു അൻഹു ആശിത്ത് ഷെർവാനിയിലും അത് പറയുന്നുണ്ട്. ആശിത്ത് ഷെർവാനിയുടെ 11-ാം വാളിൽ ഇതിൻ്റെ ഇതൊക്കെ കിതാബ് സിയാലിലാട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 163-ാമത്തെ പേജിലാട്ടോ വഖദ് യതവഖഫു ഫീമാ ലൗ ദഖല ഗൈറുൽ മുമയ്യിസ് ഉണ്ടോ, മുമയ്യിസ് അല്ലാത്ത വകതിരിവ് എത്താത്തൊരു കുട്ടി കയറി വരുന്നോടത്ത് നമുക്കും ചിന്തിക്കേണ്ടതുണ്ട്. ഇതിന് സ്വാഹിബിദ്ദാർ, വീടിൻ്റെ ഉടമസ്ഥൻ സമ്മതം കൊടുത്തിട്ടാണെങ്കിലും അത് സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ റീസൺ പറഞ്ഞതാ ഫഇന്നഹു അറളഹു ലിതുലാഫിൽ കൽബി, അവിടെ നായക്ക് കടിക്കാൻ ആ കുട്ടിയെ ഇട്ട് കൊടുത്ത പോലെ ഉണ്ടാകും. ചെറിയ കുട്ടിയല്ലേ, അതിന് വകതിരിവ് എത്തിയിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. വഖദ് യൂഖദു ലമാനുഹു മിമ്മാ യതി ഫീമാ ലൗ ഖാല ലിസഗീരിൻ ഖുദ് മിൻ ഹാദ തിബിനി ആഷ്. ഷബ്രാമല്ലസിയൊക്കെ അവിടുത്തെ ആശത്തിൻ്റെ നിഹായിലൊക്കെ വിശദീകരിച്ച ആ പണ്ഡിത ലോകത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി വരുന്നതൊക്കെ അവിടെ വീട്ടുകാരൻ ഉത്തരവാദിയാകേണ്ടി വരും കുട്ടിയുടെ വിഷയത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലായി വരുന്നതൊക്കെ. മൊത്തത്തിൽ പറയുമ്പം ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിനെ പ്രകടമായി വരുന്ന എല്ലാവരും വിഷയത്തിൽ കണക്കാണെന്ന് വരും. പക്ഷേങ്കിൽ കൂടെ അങ്ങനെയല്ല, കുട്ടിയുടെ വിഷയത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഷെർവാനി ഇമാം തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് ആശത്ത് ഷെർവാനിയിലും പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ന്യായമായിട്ട് തോന്നുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ ചെറിയ ചെറിയ മക്കളാകുമ്പോൾ അവർക്ക് നമ്മൾ സമ്മതം കൊടുത്തു, അതൊന്നുമല്ല അവിടുത്തെ വിഷയങ്ങൾ. കാരണം അതങ്ങനെയാണല്ലോ, ഏതൊരു വിഷയത്താണെങ്കിലും ഇപ്പോൾ ഒരാൾ കയറി വരുമ്പോൾ അയാൾ കരുതി വരും പോലെ അല്ല, കുട്ടി വരുമ്പം അത് വേറെ രൂപത്തിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ തന്നെ കുട്ടിയെ പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ടാണല്ലോ കൊണ്ടുപോകുക ചെറിയ കുട്ടികളാകുമ്പം. അപ്പോൾ അത് തന്നെയാണ് അവിടെ പറഞ്ഞു വരുന്നതും. അപ്പം ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് ഉത്തരവാദി ഇന്നവര് അങ്ങനെയല്ല. നേരെ മറിച്ച് എന്തിനു വന്നു, എങ്ങനെ വന്നു, ഇവരുടെ വീട്ടുകാരുടെ പറയുന്ന അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇവിടുത്തെ മതവേദി ഉലമ പറഞ്ഞിട്ടുള്ളത് കേട്ടോ.